കോമഡി സിനിമ. നമ്മൾ കുറച്ച് ഗ്യാങ് ഒക്കെ ആയിട്ട് തിയേറ്ററിൽ വന്നിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. കുറച്ച് ഹൊറർ, കുറച്ച് കോമഡി, അങ്ങനെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു ചെറിയ സിനിമ. ഫോഴ്സ്ഫുൾ ആദ്യം ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ചെറിയ സിനിമ ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹൈദരാബാദിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെറിയ സിനിമ ചെയ്യാം. അപ്പോൾ കഥ എഴുതിയപ്പോൾ അങ്ങനെ മലയാളം ചെയ്യാന്നുള്ളൊരു പ്ലാന് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് മലയാളം ചെയ്യുമ്പോൾ പുതിയ പുതിയ ഐഡിയകളും ഡിഫറെൻറ്റ് കൺസെപ്റ്റൊക്കെ ആക്സെപ്റ്റൻസ് കൂടുതൽ മലയാളത്തിലായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മലയാളം ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ സൈഡിൽ ശശിയേട്ടൻ, ഞങ്ങൾ ആർട്ടിക്കിളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ട് എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ ഡയറക്ഷൻ ഡുഡു, ആർട്ടിൽ വേലുച്ചേട്ടൻ, അതുപോലെ പിന്നെ സ്ക്രിപ്റ്റിൻ്റെ സൈഡിലാണെങ്കിൽ രാജ, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, ഫ്രണ്ട്സാണ്. പിന്നെ ചേച്ചിൻ്റെ സരിതേച്ചി കോസ്റ്റ്യൂംസ്, മേക്കപ്പ് റഷീദക്ക, പിന്നെ ഞങ്ങളെ പ്രൊഡക്ഷനിൽ എക്സ്പീരിയൻസ് ഉള്ള അപ്പുച്ചേട്ടൻ, വിവേകേട്ടൻ, ഫുള്ള് സപ്പോർട്ടാണ് എല്ലാ ഭാഗത്തും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ മലയാളത്തിൽ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് നീ വാ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞത്. ശശിയേട്ടൻ പറയുമ്പോൾ ഒന്നും പേടിക്കണ്ട, കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഹെവി വർക്കാണ് ടാസ്ക്. ഇപ്പോൾ വേലുച്ചേട്ടനൊക്കെ സിമ്പിളാക്കിയ സംഭവമുണ്ട്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഒരു വലിയൊരു ബിൽഡിങ് പഴയതാക്കി പെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു, പുതിയതാക്കി പെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ വേലുച്ചേട്ടൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു. കാരണം ഞങ്ങൾ അവരാദ്യം പുറത്ത് പെയിൻറ്റ് ചെയ്ത് തന്നിട്ട് ഞങ്ങൾ പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അവരകത്ത് പെയിൻറ്റിങ് നടത്തുമായിരുന്നു. പിന്നെ കാടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു സെറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു കാട് മൊത്തം സെറ്റ് ചെയ്തിട്ട് അതിനെ ചതുപ്പാക്കുക, കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മഹാഗണിത്തോട്ടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 500 മീറ്റർ അപ്പുറത്ത് ആനക്കൂട്ടുണ്ട്. അപ്പൊ ഞാൻ അഖിലിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതാണോ ചേട്ടാ ചാലഞ്ച് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ടാണ് ഒരാൾ പറഞ്ഞ ചാലഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ അഖിലിനോടൊക്കെ പറഞ്ഞത് ഷൂട്ട് ചെയ്യുമ്പോ ഓക്കെ ഞാൻ ഓടുകയാണെങ്കിൽ എല്ലാവരും ഓടിക്കുമെന്ന് പറഞ്ഞവരോട്. അത് ശരിയാണ്. അപ്പൊ അവര് പറഞ്ഞത് ആന വരില്ല, പക്ഷെ എന്നാലും വരുമ്പോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അത്ര റിസ്ക് ആയിട്ട് ഷൂട്ട് ചെയ്തിരുന്നു ഞങ്ങള്. വാഗമണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സാധാരണ വെഹിക്കിൾസ് അങ്ങോട്ട് പോവില്ല, നമ്മളവിടെ 4x4 ജീപ്പ് എടുത്ത് പോകണം. അപ്പോൾ കണ്ടിന്യൂസ് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഫ്യൂവലിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ശശിയേട്ടൻ ഇന്ത്യൻ ഓയിലിൻ്റെ വെഹിക്കിൾ അങ്ങോട്ട് എത്തിച്ചെന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ശശിയേട്ടനിലേക്ക് വരാൻ പോവാണ്. ചലഞ്ചിങ് ഉണ്ടായിരുന്ന വർക്കാണ്. ചെറിയ സിനിമ ആണെങ്കിൽ പോലും വലിയ സിനിമയുടെ എഫേർട്ടായിരുന്നു ഞങ്ങൾക്ക്. അതിന് പിന്നെ ആക്ടേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. സിനിമ കാണുമ്പോൾ പറയാൻ പറ്റും, വാഗമണിൽ തണുപ്പത്ത് രാത്രിയിൽ നനഞ്ഞുകൊണ്ടാണ് അവർ ആക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഷിവർ ചെയ്യായിരുന്നു അഖിലൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ പാവം തോന്നും. 2 മണിക്കൊക്കെ ഇങ്ങനെ 6 മണി ഷൂട്ടാണ്. അപ്പോൾ 12 ദിവസമൊക്കെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക നൈറ്റ്. അപ്പോൾ അഖിൽച്ചൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ട് വെക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു പാവം തോന്നും, വെരി സോറി പറയും. പക്ഷെ അവരെന്ന് വെച്ചാൽ വിറയിലുണ്ടാവും, ആക്ഷൻ പറഞ്ഞ ബോഡി അവരിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വിറയിലാണ്ട് അഭിനയിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ ഞങ്ങൾ നല്ല ടീമിന്. പിന്നെ ആൻമേരിയ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ഹീറോയിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ, അതായത് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു പെൺകുട്ടി പോലെ തോന്നിക്കണം, അതായിരുന്നു ഞങ്ങൾ ഹീറോയിൻ വെച്ചത്. അങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾ ഹൈദരാബാദ് ഷോർട്ട് ഫിലിം കണ്ടത് ആൻമേരിയുടെ. അങ്ങനെയാണ് ഞങ്ങൾ ഓക്കെ ഇസ് ബെസ്റ്റ് എന്ന് പറയുന്നത് ആൻമേരിയ. ഞങ്ങൾ വേറെ ഓപ്ഷൻ വേക്ക് ഓഡിഷൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫസ്റ്റ് ഓപ്ഷനാണ് ആൻമേരിയ. 22 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ സെയിം ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു കൈയടി കൊടുക്കട്ടെ നമ്മൾ, പ്ലീസ് ഗൈസ്. നമ്മൾ പുതിയ സിനിമ എന്ന രീതിയിൽ ഇത് അപ്രോച്ച് ചെയ്യാം. എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്രോച്ച് ചെയ്യാറില്ല. ബിക്കോസ് എല്ലാ പടത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പിന്നെ അസ്കർ എൻ്റെ ആദ്യത്തെ പടം DOP ചെയ്തതാണ്, ഡുഡു, ഇവരെല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ ഏത് സിനിമ വന്നാലും നമ്മുടെ ഒരു ധൈര്യമുണ്ട്, ഇത് ഈ ബഡ്ജറ്റിൽ നിർത്താം. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. ആദ്യം ഞാൻ അഷ്കറിനെ കണ്ട് സിനിമ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്രൂ ആയിരുന്നു എല്ലാ ആൾക്കാരും. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അത് എങ്ങനെ എത്രമാത്രം വരുമെന്നുള്ള സംഭവം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളിലും മുകളിലാണ് ഈ ട്രെയിലറും ഈ സിനിമയെല്ലാം. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ പ്രതീക്ഷകൾക്ക് അപ്പുറം ഒരു സാധനം തരിക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവരെ വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിന് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ നമ്മൾ ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡിൽ കയറിയ പോലെ ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായി പോയിട്ട് പിന്നെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അങ്ങനത്തെ രീതിയിൽ പ്രിപ്പയർ ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. സോ അവരെന്നെ തന്ന ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അവസാനം പേടിയായി, ഇനി ഒരു ശരിക്കും ഓഡീഷൻ ചെയ്ത് എടുത്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചെന്ന് പറയാൻ ആലോചിച്ച് പോയി. മറ്റേ ആക്ടിങ്ങിൻ്റെ സമയത്ത് റീടേക്ക് ഒക്കെ വരുമ്പോൾ.
ബട്ട് ഭയങ്കര രസം. ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഞങ്ങളെല്ലാവരും കംഫർട്ടായി. ഞങ്ങളുടെ മെയിൻ ചാലഞ്ച് വാസ് എല്ലാവരും നമുക്ക് സിങ്ക് ചെയ്യാനായിരുന്നു ദ മെയിൻ ചാലഞ്ച്. സോ മെയിൻലി ഇതിനകത്ത് ഒരു റോൾ എന്ന് വെച്ചാൽ ഇത് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ സ്പോയിലർ ആവുമെന്നൊരു സംശയം. നമുക്ക് സ്പോയിലർ എത്തുന്നത്. അല്ല, ഫസ്റ്റ് ഞാൻ യെസ് പറയാനുള്ള കാരണം അവർ എൻ്റെ അടുത്ത് സിനിമ കൊണ്ട് വന്നു എന്നുള്ളത് തന്നെയാണ്. എൻ്റെ അടുത്ത് ആരും സിനിമയ്ക്ക് വിളിച്ചിട്ടില്ല. എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ അവരടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എന്നെ ഇതിന് മുമ്പ് ആരും സിനിമയ്ക്കൊന്നും വിളിച്ചിട്ടില്ല, എനിക്ക് വിളിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഈ കണ്ടതൊന്നും അല്ല കേട്ടോ, ഇതിൽ ഒരുപാട് സംഭവം ഉണ്ട്, ഇതൊന്നും കാണിച്ചില്ല, കാണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അതാ ഇങ്ങനൊന്നല്ല, ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇനി ഒരുപാട് അതാണ് നമ്മൾ ആക്ച്വലി അവരോട് പറയേണ്ടത്. അതിന് തന്നെ ഇങ്ങനെ ടീമിനോട് വർക്ക് ചെയ്യാൻ സാധിച്ച തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം അഷ്കർ കഴിച്ചിരിക്കുന്നത് പുള്ളിയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാവരും, ചാരു സാറ്, രാജേട്ടൻ, എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. മാമനും മോനും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേ എനിക്ക് എടുത്തുകൊണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ സിനിമയിലോട്ട് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലുള്ള അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ല, ഞാൻ ഈ സിനിമയിൽ ഏറ്റവും അവസാനം വന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ. കുറേ ആൾക്കാരെ നോക്കി, കുറേ ആൾക്കാരെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ വിചാരിച്ചു, കുറേ ആൾക്കാർ സിനിമയുടെ ഇതിനെ അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ നമ്പർ എടുത്തിട്ടാണ് അഷ്കറിനെ, അപ്പം പറയട്ടെ സിനിമയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഞാൻ സ്പോട്ടിൽ തന്നെ വിളിച്ചോടാ എറണാകുളം വരുമെന്ന് ചോദിച്ചു. അങ്ങനെ വന്നതാണ്. വന്ന് സിനിമയുടെ കഥ അഷ്കറിനും ചാരു സാറും കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ കോളേജിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു റോളായിരുന്നു അത്. അപ്പോൾ പിന്നെ എനിക്ക് കണ്ടും പൊട്ടി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് സംഭവം എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ചെറിയ റോള് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലീഡ് റോള് പുഞ്ചിരിമുറ്റത്ത് എട്ടിക്കോര എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതിപ്പം സ്റ്റോപ്പായെന്ന് തോന്നുന്നു. പക്ഷേ ആ സിനിമയിൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, അവിടെ നടന്മാർക്ക് ക്യാരവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് നിന്നിട്ട് എന്നായിരിക്കും ഇനി നമുക്കൊക്കെ ഒരു ക്യാരവാൻ എന്ന് ഇങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. അതെ, ഒരു 3-4 മാസം കഴിഞ്ഞപ്പം അങ്ങനെ ഒരു സിനിമയിൽ വന്നു, ക്യാരവാനൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ആഗ്രഹിക്കുന്ന അതെ. അപ്പോൾ പിന്നെ അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം, പിന്നെ നമ്മളൊക്കെ ഒരു സാധാരണക്കാരാണ്, സിനിമ ഫീൽഡുമായിട്ട് ഒന്നും ബന്ധമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവസരം നല്ലപോലെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയേണ്ട എല്ലാ ആക്ടേഴ്സ് അടിപൊളിയാണ്. പിന്നെ അഖിലിനെ നിങ്ങൾ ഇത്ര നാൾ റീലിൽ കണ്ടതുപോലെയല്ല ഈ സിനിമയിൽ, അവൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻമേരിക്ക് പിന്നെ ഏത് റോള് കൊടുത്താലും ഞാൻ അവിടെ നേരത്തെ പറയാറുണ്ട്, എല്ലാ ഇതിലും നീ നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അഖിൽ ഷാ, മാമനും മോനും എല്ലാവരും അടിപൊളിയായിരുന്നു. 500 പോലെ അങ്ങനെ എല്ലാ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമ വരുമ്പോൾ അല്ലേ, അപ്പം നിങ്ങൾ ഡയറക്ടറിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കിയ രാജ സാറാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ. എൻ്റെ അടുത്ത് നമ്മൾ റോൾ ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ, നമ്മൾ ക്യാരവനിൽ നിന്ന് ഇറങ്ങുമ്പോഴും വന്നിട്ട് ഇത് കണക്ക് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ. അപ്പോൾ എനിക്ക് ടെൻഷനായി. ആദ്യമൊന്നും ടെൻഷനില്ല, കൂളായിരുന്നു, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ആഗ്രഹിച്ച റോളാണല്ലോ സ്കൂളിലൊക്കെ കോളേജിൽ ജീവിക്കാനൊക്കെ. പുള്ളി വന്ന് ഇങ്ങനെയാണ്, അതിങ്ങനത്തെ റോളാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം പേടിപ്പിച്ചു. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയില്ലേ. ഡയറക്ടർ സാറിൻ്റെ അടുത്ത് ഞാൻ അധികം മിണ്ടാറില്ല. അപ്പോൾ അത് എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവരും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഈ സോഷ്യൽ മീഡിയ വഴി സിനിമയിൽ എത്തിയവരാണ്. അപ്പോൾ അവർക്കും നാളെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നമ്മൾ തുടക്കക്കാരാണ്, നമ്മളുടെ അച്ഛനും അമ്മയും ആരും സിനിമയിലൊന്നുമില്ല, നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം. താങ്ക് യു.